നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുരേഷ് സാറിൻ്റെയും നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ മഞ്ജു ചേച്ചിയുടെയും 25ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാനാണ് നമ്മൾ ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു 25 വർഷം രണ്ട് കുടുംബത്തിൽപ്പെട്ട രണ്ട് വ്യക്തികൾ 25 വർഷം പരസ്പരം അവരുടെ പൊരുത്തക്കേടുകളും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഇന്ന് ഈ ഒരു ദിവസം വന്നിരിക്കുന്നത് സത്യത്തിൽ അവരുടെ 25 വർഷം ആയെങ്കിൽ അതിലൊരു 18 വർഷത്തോളം അവരുടെ നിഴൽ പോലെ നിൽക്കാൻ എനിക്കും സാധിച്ചതുകൊണ്ട് എനിക്കിത് ഉറപ്പായി പറയാൻ പറ്റും, ഇന്നിത് ഒരു ആഘോഷിക്കേണ്ട ദിവസം തന്നെയാണ്. കാരണം വെച്ചാൽ എനിക്ക് സുരേഷ് സാറിനെയും മഞ്ജു ചേച്ചിയും അധികം അറിയാൻ പറ്റും. സുരേഷ് സാറിന്റെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും ഒക്കെ ഒപ്പം നിന്ന് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ മഞ്ജു ചേച്ചിക്ക് ഇതുവരെ സാധിച്ചു എന്നതാണ് അവരുടെ ഒരു വിജയം. എന്തായാലും ഈ അവസരത്തിൽ നമുക്ക് അവരോടൊപ്പം ചേരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. എന്തായാലും ഇത് പെട്ടെന്നുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ആഘോഷങ്ങളൊന്നും തീരുമാനിച്ചു അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങളൊന്നും ഇതിനില്ല. അവിടെ നമ്മളിവിടെ ഉള്ള ആൾക്കാർ നമുക്ക് മാക്സിമം ഇത് എൻജോയ് ചെയ്ത് ഈ ഒരു ദിവസം നമുക്ക് നല്ലൊരു ഓർമ്മയായി തീരാൻ ശ്രമിക്കാം. ഓക്കെ, എന്തായാലും അവരെ അനുമോദിക്കാനായി നമുക്ക് ഓരോരുത്തർക്കും അവസരമുണ്ട്. എല്ലാവരും പൂക്കൾ കൊടുത്ത് നമുക്ക് ആ ചടങ്ങ് നടത്താം.
പൊന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട് കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ടപ്പുലി ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് നൊടിയിൽ മതയാനെ മെരുക്കിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുളക്ക് 10-10 ഉലകിതിലാരോടും തോൽക്കാവീരൻ കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടാതെന്റെ കരയാൻ കണ്ണീരില്ല കണ്ണീരപ്പാനാരും പോരണ്ട എരിയും മൂന്നാം കണ്ണിൽ കോപം കൊള്ളും സംഹാരമൂർത്തി മരണം പടിവാതിൽ കടന്നിടാൻ മടിക്കും ബോംബെ നഗരം ഇവൻ വരുന്ന ദിനം സ്വപ്നം കാണും जब कोई बात बिगड़ जाए, जब कोई मुश्किल पड़ जाए, तुम देना साथ मेरा, ओ हमनवा। जब कोई बात बिगड़ जाए, जब कोई मुश्किल पड़ जाए, तुम देना साथ मेरा, ओ हमनवा। മൗനം
കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേ മന്ദം പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയ ഗീതകമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം ഗാനമേ നിൻരാഗഭാവം താമരതനുവായി ഇതളിത്തുണരും താളലയങ്ങൾ ഇതളിത്തുണരും താളലയങ്ങൾ ഈറൻ പൂമുകിലായി രതിയോ രാഗനദിയോ നീ സുഖ രംഗസോപാനമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം ഓമനേ നിൻബന്ധഹാസം പൂനിലാകുളിരാ കുങ്കുമമണിയും ലോലകപോലം കുങ്കുമമണിയും ലോലകപോലം സന്ധ്യാമലരിതരായി മധുവോ പ്രേമനിധിയോ നീ സുഖ സ്വർഗ വസന്തമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേ മന്ദം പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയ ഗീതകമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. താങ്ക് യു. അടുത്തതായിട്ട് മഞ്ജു ചേച്ചിയും ശ്രീകുട്ടിയും കൂടെ ഉള്ള ഒരു ചെറിയൊരു ഡാൻസ് ആണ്. I hope
गजरे में ले ले मेरी जान, हाय रे मैं तेरी कुर्बान। तुझे चांद के बहाने देखो, 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 छत पर आजा गोरिये जिंद मेरी है, ये जब ऐसे चिकने चेहरे, ओ जब ऐसे चिकने चेहरे, तो कैसे ना नजर फिसले जिंद मेरी है, नजर फिसले जिंद मेरी है, तो कैसे ना नजर फिसले जिंद मेरी है। ഓക്കെ, അതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ
കൊതിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ കൊതിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ താരകങ്ങൾ കണ്ടുവച്ച പാരിജാതമല്ലേ താരകന്റെ കൂടെ നിഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കൽക്കവന്ന പുണ്യം നീയക്ക് മുത്താരം മുത്തല്ലേ ചന്ദ്രന്റെ ചന്തമായി ഞാനല്ലേ കണ്ണല്ലേ നിനക്ക് വെണ്ണിലാവ് പാക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ വരച്ചാണല്ലേ റോബിന്റെ മോള് വരച്ചാണ് അല്ലേ വരച്ചതാണ് ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ വരയ്ക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു. Thank you.
ആയിട്ടുള്ള കുറേ അധികം പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു, കുഞ്ഞു കുട്ടികളൊക്കെ. എന്ത് നല്ല മനോഹരമായിട്ടായിരുന്നു ഈ വേദിയിൽ ഒരു നൃത്തം അവതരിപ്പിച്ചത്. പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചോദിക്കുവാൻ. തൊണ്ട ഇന്നലെ നിങ്ങൾ എന്തോ ഒരു ഐസ് ഇട്ടൊരു സാധനം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോറി കേട്ടോ, എന്തോ കിരികിരിക്കുന്നു തൊണ്ടയിൽ വരുന്നുണ്ട്. എന്തോ ഒരു ഡ്രിങ്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഐസ് ഇട്ടിട്ട്. അതെനിക്ക് തരാൻ പാടുണ്ടായിരുന്നു. അതെ, എന്നെ നിർബന്ധിച്ച് ആരോ കൈക്ക് പിടിച്ചുകൊണ്ടൊന്ന് ഒരു ഗ്ലാസ് എടുത്ത് തണുത്തൊരു സാധനം തന്നു. പാട്ട് പാടാൻ പറ്റാതായി. ഒരു പുഷ്പം മാത്രം പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രം, ഒരു ഗാനം മാത്രമൻ അതരത്തിൽ സൂക്ഷിക്കാം. അരികിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതികൂടമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതികൂടമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ. പുഷ്പത്തിൻ തൽപ്പമെന്ന് ഞാൻ പിരിക്കാം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ.
സന്തോഷത്തിൻ്റെ ദിനമാണിന്ന്. ഒരുപാട് കാലം മഞ്ജുവിനും സുരേഷിനൊക്കെ ഇങ്ങനെ സന്തോഷമായി നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാം നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ കഴിയുന്ന സഹായങ്ങളൊക്കെ എല്ലാവർക്കും സമൂഹത്തിന് ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് കാലം അവരുടെയൊക്കെ തണലും താങ്ങും ഈ സന്തോഷങ്ങളും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സുദിനത്തിൽ എല്ലാവിധ സന്തോഷകരമായ അഭിനന്ദനങ്ങളും എല്ലാവരെയും പാട്ട് പാടാറൊക്കെ ഉണ്ട് ഞങ്ങൾ ഈ ക്ലാസ്മേറ്റ്സ് എന്നുള്ള നിലക്കുള്ള. അത് ഞാൻ ശ്രീകുമാറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് പറയാനായിട്ട്. അത് കൊടുക്കണം. എല്ലാവർക്കും നമസ്കാരം. സുരേഷ് ഒരു കാര്യം എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. കാരണം 25ാം വിവാഹ വാർഷികമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യമായിരുന്നു. അത് ഇന്നിവിടെ അനൗൺസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ ഇന്ന് 25ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മാതൃകാ ദമ്പതിമാരായ മഞ്ജുവിനും പി വി സുരേഷിനും എല്ലാവിധ ആരോഗ്യ സൗഖ്യവും ജഗദീശൻ നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഇന്നത്തെ എൻ്റെ സഹപാഠി സുഹൃത്ത് പറഞ്ഞ മാതിരി എല്ലാവരും 25ാം വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഇന്നലെ മിനിഞ്ഞാന്നും ഇന്നും നാളെയുമായിട്ട് ഒരുപാട് പേര് ഞങ്ങളുടെ ബാച്ചിലുണ്ട്. സുരേഷ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ അവനെക്കുറിച്ച് നെഗറ്റീവായാലും പോസിറ്റീവായാലും അറിയാവുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും. കാരണം അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, അമ്മ പോയി അല്ലേ. മഞ്ജുവിനൊക്കെ 25 കൊല്ലത്തെ പരിചയമുള്ളൂ. എനിക്ക് സുരേഷായിട്ട് 50 കൊല്ലത്തെ പരിചയമുണ്ട്. കാരണം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്, വളരെ തൊട്ട വീടുകളിൽ താമസിച്ചവരാണ്, അത് കഴിഞ്ഞ് ഒന്നിച്ച് കളിച്ച് നടന്നവരാണ്. ഞങ്ങൾ കുടുംബമായിട്ട് സുരേഷിൻ്റെ അച്ഛൻ്റെ ഫാമിലിയും എൻ്റെ അമ്മയുടെ ഫാമിലിയുമായിട്ട് 4 തലമുറകളായിട്ടുള്ള ബന്ധങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷിൻ്റെ വീട്ടിലും എനിക്ക് എന്നും വലിയൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞ് സുരേഷിൻ്റെ ലൈനിലും ഞാൻ നേരത്തെ തന്നെ എല്ലാം മനസ്സായി നിലയ്ക്ക് അവസാനിപ്പിച്ച് ഞാൻ എൻ്റെ ലൈനിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലും സുരേഷ് ബോംബെയിലെല്ലാം പോയി, ഗൾഫിലെല്ലാം പോയി, തിരിച്ചു വന്ന് ജോലിയിൽ തുടക്കം കുറിച്ചതും ഞങ്ങൾ ഒന്നിച്ചാണ്. ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് തന്നെയാണ് ജോലിയിൽ തുടക്കം കുറിച്ചത്. അതിനുശേഷം സുരേഷും സ്വന്തമായിട്ട് മാറി, അതും അതേ ഫീൽഡ് തന്നെയാണ്. ഞങ്ങൾ അന്നും ഇന്നും ഞങ്ങൾ ഒരേ ഫീൽഡ് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അന്ന് ഞങ്ങളെയൊക്കെ ശബരി എന്നുള്ള സ്ഥാപനവും വിഷ്ണു എന്നുള്ള സ്ഥാപനവും ഒക്കെ ഇവിടെ വരുവാൻ ഞങ്ങളെ കൈ പിടിച്ചുയർത്തിയ ഒരു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളെല്ലാവരും സാറിൻ്റെ ഇവിടെ നിങ്ങളെല്ലാം പാട്ടൊക്കെ പാടി പാട്ട് പാടുന്ന ദിലീപ് സാറ്. അദ്ദേഹം ഒരു വലിയ ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർഡ് ആയതാണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ടല്ലേ. ഞങ്ങളെ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഓഫീസിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ സഹായിക്കാനും ഓഫീസ് സമയങ്ങളിൽ ഞങ്ങൾ അദ്ദേഹം ഇട്ട ഡെഫിഷ്യൻസി തന്നെ അദ്ദേഹത്തെ കൊണ്ട് തന്നെ അത് മാറ്റി എഴുതി ഞങ്ങൾ ബിസിനസ് ചെയ്ത് അങ്ങനെ കുറച്ച് അത്യാവശ്യം എക്സ്പോർട്ടേഴ്സിനൊക്കെ പറ്റിച്ച് വന്നവരാണ് ഞങ്ങൾ എല്ലാം. അതിലും ഞങ്ങൾ കൂട്ടായിരുന്നു എന്നുള്ളത്. പിന്നെ എല്ലാ കാര്യങ്ങളിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷിൻ്റെ എല്ലാ കാര്യങ്ങളും, ഒരുപക്ഷെ സുരേഷിൻ്റെ ചെറുപ്പകാലത്തുള്ള പ്രായത്തിനനുസരിച്ചുള്ള വികൃതികളും എല്ലാം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണ്.
അല്ലേ? പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, അപ്പൊ മഞ്ജു ജിഷ ഒന്നും പേടിക്കേണ്ട. ഹേമക്കെ പറ്റി റിപ്പോർട്ടൊന്നും വരില്ല. അതിനെപ്പറ്റി നിങ്ങൾ ആരും പേടിക്കണ്ട. അത്രത്തേക്കും നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ചെയ്യില്ല എന്നൊന്നല്ല, മനസ്സിലായിരുന്നില്ല. നിങ്ങളൊക്കെ സാഹചര്യം, വീട്ടിലെ അന്തരീക്ഷവും നാട്ടിലെ അന്തരീക്ഷവും ഒക്കെ അതിന് പറ്റി ആയിരുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരും അതുകൊണ്ട് ജിഷിയും മഞ്ജു ഒന്നും പേടിക്കണ്ട എന്നുള്ളത്. പ്രായത്തിൻ്റെതായ വികൃതികളൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. അത് പരസ്പരം ഞങ്ങൾ ഇന്ന് മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ടത്. അപ്പോ അല്ലേ, എന്തായാലും അതുപോലെ വേറെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ സുരേഷിന്റെ വിവാഹം, എന്റെ വിവാഹവും ഒക്കെ ഉദ്ദേശിച്ചാണ് അന്വേഷിച്ച് തുടങ്ങിയത്. അപ്പോ സുരേഷിന്റെ കല്യാണം കഴിഞ്ഞത് 6 മാസം കൊണ്ടാണ് എന്റെ കല്യാണവും കഴിഞ്ഞത്. ഞങ്ങള് ഒരേപോലെ തന്നെ ഏകദേശം 2 മക്കളും ഞങ്ങളൊന്നിച്ചായപ്പോൾ തന്നെ സുരേഷിന്റെ മൂത്ത മോനും എന്റെ മൂത്ത മോനും ഏകദേശം സമപ്രായക്കാരാണ്. സുരേഷിന്റെ രണ്ടാമത്തെ മോനും എന്റെ മോളും ഒന്നിച്ച് സ്കൂളിൽ ഞങ്ങൾ പഠിച്ച മാതിരി തന്നെ ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. അപ്പൊ ഞാനൊക്കെ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഇന്നിങ്സ് എല്ലാം പൂർത്തിയാക്കി ഗാലറിയിൽ കയറി ഇരുന്ന സമയത്തായിരുന്നു സുരേഷിന് വീണ്ടും ഒരു 1 ഡേ മാച്ച് കൂടി വേണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് ഞാനില്ല, ഞാൻ റിട്ടയർഡ് ആയിരുന്നു എന്നുള്ളത്. കാരണം അതും ഞങ്ങൾ എന്താണ്, അപ്പൊ അവൻ എന്നോട് അതുകൂടി പറഞ്ഞാടാ നമുക്ക് ഒന്നുകൂടി നോക്കാന്ന്. ഞാൻ പറഞ്ഞു ഞാന് ടെസ്റ്റ് മാച്ചിങ് ഇല്ല, ഞാൻ റിട്ടയർഡ് ആയിട്ട് ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നുള്ളൂ നീ എന്ന് പറഞ്ഞിട്ട് അവനാ ഭാവം പറഞ്ഞാടാ എനിക്ക് 2 ആൺകുട്ടികളല്ലേ, ഒരു മോളെ കൂടി വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നീ ഇരുന്നോ, എനിക്ക് വിരോധമില്ല, എന്നെ വലിച്ചടക്കരുത്, എന്നെ എനിക്ക് കൂട്ടുപിടിക്കരുത് എന്നുള്ളത്. അത് മാത്രമാണ് ഞാൻ സുരേഷ് പറ്റിന്റെ എതിരഭിപ്രായം. അവന്റെ കൂടെ നിൽക്കാത്തൊരു കാര്യം അത് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ എന്നുള്ളത്. പക്ഷെ ദൈവമോൻ ആഗ്രഹിച്ച മാതിരി മിടുക്കിയായ സുന്ദരിയായ സകലകലാവല്ലഭയായ ഒരു മോളെ ദൈവം കൊടുത്തു. അവളാണ് ഇന്നത്തെ താരം എന്ന് പറയാം. കാരണം ഏറ്റവും കൂടുതൽ സന്തോഷം ആ കുടുംബത്തിന്, ഏറ്റവും വലിയ സന്തോഷം ആൺമക്കൾക്ക് 2 ഏട്ടന്മാർക്ക് 2 ആങ്ങളമാർക്കൊരു കുഞ്ഞനിയത്തി എന്നുള്ളത്. കാരണം സുരേഷിന്റെ മോൾ മൂത്ത ആളിവിടെ വന്നിട്ടുണ്ട്. സുരേഷിന്റെ രണ്ടാമത്തെ ആള് അവനും എൻ്റെ മോള് +2 കഴിഞ്ഞപ്പോൾ അവളുടേതായ ലൈനിൽ ബികോമിൽ നീങ്ങി. സുരേഷിന്റെ രണ്ടാമത്തെ ആള് എഞ്ചിനീയറിംഗിൽ ആണ് പോകുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞാൽ ഈ കുടുംബ ബന്ധം എന്ന് നിലനിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ചെറുകാലം ഞാനും സുരേഷുമായിട്ട് ഏതൊരു കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ, ഒരു പക്ഷേ അവൻ മഞ്ജുവിനോട് പറയുന്നതിന് മുന്നേ ഞാനായിട്ടാണ് ആശയവിനിമയം നടത്താറ്. ഞങ്ങൾ എല്ലാ മാസം ശബരിമലയ്ക്ക് ഒന്നിച്ചാണ് പോവല്. ഏകദേശം അവൻ ചോദിച്ചു എന്നാ നമുക്ക് മലയ്ക്ക് പോകണം, എന്ന് വ്രതം തുടങ്ങണം എന്നറിയാൻ വേണ്ടിയിട്ട്, എന്ന് വ്രതം തുടങ്ങണമെന്ന് അറിയാൻ വേണ്ടി അവൻ വിളിച്ച് ചോദിക്കും എന്നാണ് നമ്മൾ മലയ്ക്ക് പോകണം എന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ സൗകര്യത്തിന് എന്റെ കല്യാണങ്ങളെല്ലാം കഴിഞ്ഞ് റിസപ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് വ്രതം തുടങ്ങിയാൽ മതി, ഞാൻ നീട്ടി പോകും. അതിനനുസരിച്ചിട്ടാവുന്നല്ലേ. അതുപോലെ എന്ത് കാര്യങ്ങളും സത്യമായിട്ട് പറയാതെ എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ശരി സുരേഷിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ ഒരു ചാരിറ്റി പ്രവർത്തനമായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാവനകളായാലോ ക്ഷേത്രങ്ങളിലെ പിരിവുകളായാലോ ഞാൻ പറയും TV സുരേഷിനെ ഞാൻ മേടിച്ചു തരാം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം ദൈവാനുഗ്രഹം കൊണ്ട് അന്നും ഇന്നും നിലനിന്ന് പോകണം, ജീവിതാവസാനം വരെ നിലനിന്ന് പോകണം എന്നുള്ളതാണ് ആഗ്രഹം. എൻ്റെ 2 മക്കളോട് ഞാൻ പറയാറുണ്ട്, സുരേഷിന്റെ 3 മക്കളോടും ഇതുള്ളത്. മിടുക്കന്മാരായ 3 പേര് ജഗദീശന് സുരേഷിന് നൽകിയിട്ടുണ്ട്. ഇനി അവരുടെ വിവാഹങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവരുടെ വിവാഹ വാർഷികം കഴിഞ്ഞ ഉടനെ തന്നെ മക്കളുടെ വിവാഹമായിട്ട് മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ ഞങ്ങളൊരേ ഫീൽഡിലാണെന്ന് പറഞ്ഞു. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ 2 പേരും ഒന്നിച്ചാണ് അനുഭവിക്കുന്നത്, ബിസിനസ് പരമായ കാര്യങ്ങളിലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സുരേഷ് പറയാൻ പറഞ്ഞതാണ്, ഇനി അരിക്കാണ് ഞാൻ കിടക്കുന്നത്. കഴിഞ്ഞ 6 മാസം മുന്നെയാണ് ഞങ്ങളിങ്ങനെ അവിചാരിതമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഓരോരുത്തരുടെ വിവാഹ വാർഷികങ്ങളെല്ലാം പറയുമ്പോൾ പറഞ്ഞത്. കാരണം ഞങ്ങളുടെ ബാച്ചിൽ ഓരോരുത്തരെ, പ്രത്യേകിച്ചും മുസ്ലിം ആൾക്കാരൊക്കെ 25 26 എന്ന് പറയുമ്പോൾ എടാ നമ്മളും അടുത്തില്ലേ, നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള അഭിപ്രായം സുരേഷ് പറഞ്ഞിരുന്നു. ഞങ്ങൾ പലതും ചർച്ച ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്, ഞങ്ങളുടെ എല്ലാം സുരേഷിന്റെ ആഗ്രഹം, അത് ഞാൻ സുരേഷിന് മാത്രമല്ല ഞാൻ ചെയ്യില്ല ഉള്ളത്, കുറച്ച് പേര് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം. ഞങ്ങൾ പലതും പ്ലാൻ ചെയ്തു. കുറച്ച് പേർക്ക് വീട് റിപ്പയർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വല്ല ചികിത്സാ സഹായങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ കല്യാണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ പോയി അവസാനം ഞങ്ങൾ എത്തിയത് ഈ വർഷം, അടുത്തൊരു വർഷം കൊണ്ട് 20 വളരെ പാവപ്പെട്ട 25 പെൺകുട്ടികൾക്ക് വിവാഹത്തിന് ആവശ്യമായ 10 പെൺകുട്ടികൾക്ക് 25,000 രൂപ വീതം
വിവാഹ സഹായം നൽകാം എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ അവസാനം കഴിഞ്ഞ് ശബരിമലയിൽ നിന്ന് വരുമ്പോൾ എത്തിപ്പെട്ടത്. അപ്പം അത് നമുക്കറിയാവുന്ന വളരെ ആ അർഹത വേണ്ട അല്ലെങ്കിൽ ഒരു അർഹരാണ് എന്നുള്ള 10 പേരൊക്കെ, അത് പെൺകുട്ടികളെയാണ് പ്രിഫർ ചെയ്യണത്. അതിൽ സുരേഷ് പറഞ്ഞു മഞ്ജു ഇപ്പം തന്നെ 3 ആളുടെ പേര് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 4ആയോ? മഞ്ജു 4ആയി. അപ്പോൾ എന്നെ വേണമെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ ഇപ്പോൾ എൻ്റെ മകളെ കെട്ടിച്ചു വിടാൻ ചിലപ്പോൾ അത് കിട്ടുമെന്ന്. അപ്പം എന്തായാലും അതാണെന്നുള്ളത്, അതും അങ്ങനെ നമ്മൾ വലിച്ചു വാരിക്കുക എന്നുള്ള ഒരു കൊല്ലം കൊണ്ട് വളരെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ആ സന്തോഷമാണ് ഇവിടെ പങ്കുവെക്കാനുള്ളത്. അത് 2 or 3 കല്യാണം നടത്തി കൊടുക്കണം എന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഒരു 4-5 കൊല്ലം വരെയൊക്കെ ഞങ്ങൾ രാജാക്കന്മാരായിട്ട് തിളങ്ങി നീർന്ന കാലഘട്ടം തന്നെ ആയിരുന്നു. ദിലീപ് സാറൊക്കെ റിട്ടയർഡായ ശേഷമാണ് നമുക്കൊക്കെ ഒരു മങ്ങല് വന്നത്, കഷ്ടകാലം തുടങ്ങിയത്. ദിലീപ് സാറൊക്കെ ഉള്ളപ്പോൾ ധൈര്യമായിട്ട് ഏതൊരു വർക്ക് ഏറ്റെടുക്കാനും ഏത് കോംപ്ലിക്കേഷൻ വർക്കിനും തീർത്തു കൊടുക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു നല്ല. അപ്പോൾ ഗവൺമെന്റിന്റെ പുതിയ നിയമങ്ങൾ പ്രകാരം സ്വാഭാവികമായിട്ടും ബിസിനസ്സിൽ പല ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ ഒരു 4-5 പേരുടെ കല്യാണം പൂർണ്ണമായും നടത്താന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയൊക്കെ വെച്ചിട്ടത് ആക്കിയിട്ടുണ്ട്. മിനിമാണ് ഇത് കേട്ടോ. 10 പേർക്ക് എന്താ സാറേ? ആൺകുട്ടികൾക്കില്ല, പെൺകുട്ടികൾക്ക് ഉള്ളത്. ആൺകുട്ടികൾക്ക് ഇല്ല. ആൺകുട്ടികൾക്ക് വേണമെങ്കിൽ പഠിക്കാൻ സാഹചര്യം ഇല്ലെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം കൊടുക്കും. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പഠിപ്പിക്കുക. ആൺകുട്ടികളെ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കണമെന്നൊക്കെ. ഞങ്ങളൊക്കെ 18 വയസ്സിൽ ജോലിക്ക് ഇറങ്ങിയ ആൾക്കാരാണ്. അതാ ബാക്കിലുണ്ട് സാറേ, അതാ ഐസും കട്ട അടുത്തുണ്ട്. അപ്പോ അത് തീർച്ചയായിട്ടും ഈ ഇതൊരു മാതൃകയാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ സഹപാഠി സുഹൃത്തുക്കളോട് പറയാനുള്ളത്. 2 ദിവസം മുന്നേ 25ാം വിവാഹം ആഘോഷിച്ച മുരളിയുണ്ട് ഇവിടെ. കഴിഞ്ഞ സെപ്റ്റംബർ 9-ാം തീയതി ആഘോഷിച്ച ഹമീദ് ഉണ്ട് ഇവിടെ. അതെ, ലെതറൊക്കെ എത്രയില്ല? ലെതർ ഇങ്ങോട്ടൊക്കെ എത്ര വർഷമായി? 31. പത്മട 30 എന്നുള്ളത്. അപ്പോ ഇതാണ് ഈ സന്തോഷവേളയിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിലും ഇതിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടി സുരേഷിന്റെ കുടുംബത്തിനോട് ആ അവസരത്തിൽ പറയുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ, ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും ഈ ദമ്പതികൾക്ക് നേരുന്നു. നന്ദി, നമസ്കാരം. ഓൾറെഡി ഞങ്ങളിത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നോക്കാൻ പറ്റിയ കുട്ടികളെ നോക്കാൻ ഏർപ്പാടാക്കിയിരിക്കുന്നതും ശ്രീകുമാരനെ തന്നെയാണ്. കാരണം അവൻ സോഷ്യൽ ആക്ടിവിറ്റീസിൽ കൂടുതൽ ഉണ്ടായതുകൊണ്ട് അവനെ കറക്റ്റ് കൊടുക്കണവർക്ക് ധൈര്യമായിട്ട് കണ്ണുകൂട്ടി കൊടുക്കാം. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളത് അവൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിച്ചിട്ട് ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ അവനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ മഞ്ജുവിൻ്റെ കെയർ ഓഫിലൊരു 3-4 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് 1 കൊല്ലത്തിനുള്ളിൽ വരുന്നവർക്ക് നമ്മളിത് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് കൊടുക്കും, കല്യാണത്തിൻ്റെ സമയത്ത് കൊടുക്കും. സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത്തരത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെ, ആളുകളെയൊക്കെ ദൈവം ഒരുപാട് കാലം നമ്മളോടൊപ്പം സന്തോഷകരമായി സാമ്പത്തികപരമായി നല്ല ഊർജം നിലനിർത്തിക്കൊണ്ട് നമുക്കൊപ്പം നിലനിർത്തി തരട്ടെ. അത് ഈ സമൂഹത്തിനും നമ്മുടെ ഇടയിലുള്ള എല്ലാ ആളുകൾക്കും ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ടാവും. അത്തരം ഗുണങ്ങളുണ്ടാവുന്ന ഒരുപാട് പ്രവൃത്തികൾ ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് ശ്രീകുമാറിൻ്റെ സുരേഷിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇത്തരം ആളുകൾക്ക് പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊപ്പം നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് നമുക്ക് കഴിയാവുന്ന ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ നമുക്ക് നിന്നു കൊടുക്കാം. ഇത് ദൈവം സമ്പത്ത് ഒരുപാട് ആളുകൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ദൈവം സമ്പത്ത് നൽകിയിട്ടുണ്ട്, പക്ഷെ അനുഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് സമ്പത്ത് കൊടുക്കാൻ കഴിയൂ, അല്ലാത്തവന് കൊടുക്കാൻ കഴിയും. അവൻ ആ സമ്പത്തിനെ കെട്ടിപ്പൂട്ടി വെച്ച് അവൻ പോലും ജീവിക്കാതെ കാലം കഴിഞ്ഞ് അവസാനിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പൊ ദൈവം സമ്പത്ത് കൊടുക്കുന്നവന് ആ സമ്പത്ത് നല്ല മാർഗത്തിലൂടെ വിനിയോഗിക്കാനുള്ള കഴിവ് കൂടി കൊടുക്കുമ്പോഴാണ് അനുഗ്രഹം കിട്ടുന്നുള്ളൂ ദൈവത്തിന്റെ. മറ്റേ സമ്പത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ ദൈവാനുഗ്രഹം കൂടി സമ്പത്തിനോടൊപ്പം കിട്ടുന്ന ഭാഗ്യവാന്മാരെ കൂട്ടത്തിലാണ് സുരേഷും ബീവിയൊക്കെ. അവരോടൊപ്പം ചാരി നിൽക്കാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ദൈവം നമ്മുടെ നാട്ടിൽ, ഒരുപക്ഷെ നമ്മുടെ നാടൊക്കെ നിലനിൽക്കുന്നത്, നമ്മുടെ നാട്ടിലെ
ഈ സൗഹൃദങ്ങളും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും ഒക്കെ നിലനിൽക്കുന്നത് തന്നെ ഇത്തരം ആളുകളുടെ സജീവമായ സാന്നിധ്യം കൊണ്ടൊന്നുകൊണ്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തുടർന്നും കഴിവുള്ളവരൊക്കെ ചെയ്തു വരട്ടെ. അപ്പോഴാണ് ഈ സമൂഹം നല്ല രീതിയിൽ വരുന്ന തലമുറക്കും, ഇപ്പോൾ ഇവർക്കൊക്കെ മക്കൾ വളർന്നു വരുന്നുണ്ട്, അവർക്കൊക്കെ ഇതൊരു പാഠമായി ഈ അച്ഛനമ്മമാരിൽ നിന്ന് ഇതൊക്കെ പഠിച്ച് ഈ തലമുറ ഇങ്ങനെ കൈമാറി നമ്മുടെ ഈ സൗഹൃദവും സ്നേഹവും കൂട്ടായ്മയും ഒക്കെ നിലനിർത്തി തരാൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താനഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരിയെവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളും എവിടെ ക്രൂരനിഷാദശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മ പ്രണാമം പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താനഹാരി മുരാരേ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുരളി. സുരേഷും സുരേഷ് 25 വിവാഹവാർഷികം ആഘോഷിക്കുന്ന സുരേഷിനും ശ്രീമതി മഞ്ജുവും ആരോഗ്യ സൗഖ്യം നേരുന്നു. സുരേഷിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ടീവ് ആയ ഒരാളായിരുന്നു സുരേഷ്. എൻ്റെ വീട്ടിലെ കുട്ടിക്കാലത്തെ വളരെ ശക്തിയാണ്. അങ്ങനെ പുറത്തേക്കൊന്നും വിട്ടിരുന്നില്ല. അന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമെങ്കിൽ സുരേഷിൻ്റെ വീട്ടിലേക്കും ശ്രീമാറിൻ്റെ വീട്ടിലേക്കാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊരു സ്ട്രിക്റ്റും ഇല്ല. പിന്നെ എന്നെ വീട്ടിൽ പുറത്തേക്ക് വിട്ടിരുന്നു. പിന്നെ അതേപോലെ ഇന്നത്തെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും പറയും ചങ്കാണ്. എൻ്റെ ചങ്ക പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഏത് തെണ്ടിത്തരങ്ങളും അല്ലെങ്കിൽ തെറ്റുകളും അതേപോലെ അംഗീകരിക്കണം മറ്റുള്ളവർ ചെയ്യുന്നത്. സുരേഷ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശ്രീമാറിനെ കുറച്ച് ശ്രമങ്ങൾ എൻ്റെ അടുത്തൊരു തെറ്റുണ്ടെങ്കിൽ ഇത് തെറ്റാണ്, നീ അങ്ങനെയല്ല ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉപദേശം തന്ന വ്യക്തികൾ കൂടിയാണ്. അതേസമയത്ത് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും തെറ്റായിട്ട് തന്നെ പറഞ്ഞു അതുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ അവസരം കിട്ടിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഒരു അവിഭാജ്യ എന്താണ് പറയുന്നത് ഘടകമാണ് എൻ്റെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ് സുരേഷും. അത് അതേപോലെ ആളുടെ യഥാർത്ഥ സുഹൃത്ത്. എന്തായാലും ശ്രീമാൻ പറഞ്ഞ 50 വർഷത്തെ പരിചയം എനിക്ക് ഏകദേശം ഒരു 46 വർഷത്തെ അടുത്ത പരിചയം സുരേഷായിട്ടുണ്ട്. ഒരുപാട് പിന്നെ വികൃതി അടിച്ചിട്ടുണ്ട്, തറച്ചിട്ടുണ്ട്, തല്ലുകൂടിയിട്ടുണ്ട്, ഇപ്പോഴും കൂടാറുണ്ട്. ഇത് മാത്രമൊന്നല്ല, ഞങ്ങൾ ഒരുമിച്ച് ഒരു കൊല്ലം കോയമ്പത്തൂര് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി. അദ്ദേഹത്തിന്റെ അച്ഛൻ ശ്രീ വാസുദേവൻ നായർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് സ്റ്റേ ചെയ്യാനൊക്കെ ഒന്നും മറക്കില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ആയി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന പങ്ക് സുരേഷിനുണ്ട്. അതൊരു സംശയമില്ല. ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എല്ലാം എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേർക്ക് 1000 ആരോഗ്യ സൗഖ്യം നേരുന്നു. നമസ്കാരം. അങ്ങനെ പറഞ്ഞത് നന്നായില്ല. ഈ മുരളി വീട്ടിൽ നിന്ന് കമ്പൻഷനിക്കാന്ന് വന്നിട്ട് ഞങ്ങളോട് സിനിമയ്ക്ക് പോയി അതേ പറയാത്തത് ഉള്ളത്. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരി മഞ്ജു എൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ന് ഞങ്ങൾ അവളുടെ നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സംസാരിച്ച ശ്രീകുമാരേട്ടൻ സംസാരിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, നല്ല പ്രവൃത്തി എന്നുള്ളതിൽ ഞങ്ങളെല്ലാവരും അതിൽ. അപ്പോൾ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് സേതു ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരിക്ക് വേണ്ടി പാടുന്നതാണ്. ഞങ്ങളുടെ മെയിൻ പാട്ടുകാർ ആക്ച്വലി വന്നിട്ടില്ല, എന്നാലും സേതു ഞങ്ങളെ ഒരു ചെറിയൊരു അറ്റംപ്റ്റ് നിങ്ങൾ സഹിക്കാം. പീലിയേഴും
പീലിയേഴും വീശിവ സ്വരരാഗമാം മയൂരമേ പീലിയേഴും വീശിവ സ്വരരാഗമാം മയൂരമേ ആയിരം വരവർണ്ണങ്ങൾ ആയിരം വരവർണ്ണങ്ങൾ ആടുമി ഋതുസന്ധ്യയിൽ പീലിയേഴും വീശിവ സ്വരരാഗമാ മയൂഗമേ മാധവം മദനോത്സവം വാഴുമി വനവീതിയിൽ മാധവം മദനോത്സവം വാഴുമി വനവീതിയിൽ പാടൂ നീരജതിയുടെ താളങ്ങളിൽ തേടൂ നീ ആകാശഗംഗകൾ പാടൂ നീരജതിയുടെ താളങ്ങളിൽ തേടൂ നീ ആകാശഗംഗകൾ പീലിയേഴും വീശിവ സ്വരരാഗമാം മയൂരമേ. പണ്ടൊരു കാട്ടിലൊരാൾ ചെന്ന് മരിച്ചു വാങ്ങിടുന്നു. ജീവികൾക്കെല്ലാം ശല്യമായി എന്നും നീങ്ങിരുന്നു. സിംഹം എന്നും നീങ്ങിരുന്നു. പണ്ടൊരു കാട്ടിലൊരാൾ ചെന്ന് മരിച്ചു വാങ്ങിടുന്നു. ജീവികൾക്കെല്ലാം ശല്യമായി എന്നും നീങ്ങിരുന്നു. സിംഹം എന്നും നീങ്ങിരുന്നു. തുറക്കൂ പവിഴമുന്തിരി പൂത്തുവിടമോഹിനി നിൽപ്പൂ ഞാനി വികാരസരസിന്നരികിൽ എഴുന്നേൽക്കൂ സഖി എഴുന്നേൽക്കൂ ഏകാന്തജാലകം തുറക്കൂ പാരിജാതം തിരുമിഴി തുറന്നു പരമിഴി നീ മാത്രമെന്തിനുറങ്ങി കാറ്റത്ത് മുങ്ങിപ്പോയി അവനെ കടലമ്മ കൊണ്ടു. പാട്ട് പാടാൻ ഒട്ടും അറിയാത്ത ആളാണ് ഞാൻ. പിന്നെ ഞാൻ വല്ലപ്പോഴൊക്കെ ഒന്ന് രണ്ട് ലൈനൊക്കെ പാടും. അപ്പോൾ ഇവിടെ ഈ ഒരു പത്മ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എൻ്റെ ഒപ്പം പഠിച്ചത്. ഗ്രൂപ്പിലൊരു പാട്ടിട്ട് എനിക്ക് അതിലെ സംഗതി ഇല്ല, മറ്റേ ഇല്ല, മറിച്ചില്ല. അന്നത്തോടെ അവിടെ പാടല് ഞാൻ നിർത്തി. അതുകൊണ്ട് പാട്ട് പാടൽ എനിക്ക് ഒട്ടും അറിയാത്ത സാധനം. പിന്നെ ഞാനൊന്ന് പാടാം. എൻ്റെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് ഞാൻ പാടാം. എല്ലാവർക്കും കൂടി. സ്റ്റാഫുകൾക്ക് അങ്ങനെ തന്നെ വേണം. പാട് പാട്. ആ അതാണ് ദയവ് ചെയ്തിട്ട് എനിക്ക് പാടാറിയില്ല. പത്മ അതിലെ സംഗതികളെ കുറിച്ചൊന്നും പറയരുത്. അത് പറയാനായിട്ട് വരുവാണ്. കാവടിയാടുമീ കൺതടവും നിന്റെ കസ്തൂരി ചോരുമീ കവിളിണയും. കാവടിയാടുമീ കൺതടവും നിന്റെ കസ്തൂരി ചോരുമീ കവിളിണയും. മാറിലെ മാലേയ മധുചന്ദ്രനും നിന്നെ മറ്റൊരു ശ്രീലക്ഷ്മിയാക്കി. താമരപ്പൂവിരൽ നീ തൊടുമ്പോൾ തരളമെൻ സ്വപ്നവും തരിത്തങ്കമായി. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി.
പൂവേലി പൊൻപായി നവമിനിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപ പുഷ്പമായി നീ വിരിഞ്ഞു. എന്നെ കുറിച്ചല്ല പാടിയത്. ഞാന് മഞ്ജുവിൻ്റെ അച്ഛനാണ്. എൻ്റെ ആദ്യത്തെ കൺമണിയാണ് ഇവള്. രണ്ടാമത്തെ ആൾ ആൺകുട്ടിയാണ്. അവൻ വന്നിട്ടില്ല, അവൻ പട്ടാമ്പിയിലാണ്. ഇവിടെ പറയണു ആദ്യത്തെ കൺമണി ആണായിരിക്കണം എന്നാണ് ഈ പാട്ട്. പക്ഷെ ഇവിടെ താളാത്തുള്ളത് പെണ്ണായിരിക്കണം എന്നാണ് ഈ പാട്ടൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല. എങ്കിലും ആദ്യത്തെ കൺമണി പെണ്ണാരുമേ കണ്ടാൽ കൊതിക്കണം, അവർ അമ്മയെ പോലെ ഇരിക്കണം, അച്ഛനെ പോലെ ആദ്യത്തെ കൺമണി അതുകൊണ്ട് അതിൽ കൂടുതൽ അറിയില്ല. എങ്കിലും എൻ്റെ മരുമകനായ സുരേഷ് ഇങ്ങോട്ട് വാ. എനിക്ക് കൂടുതൽ പാട്ടും കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഏതായാലും എൻ്റെ വളരെ വളരെ സന്തോഷമുള്ളതായ ഒരു ദിവസമാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ 25 വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ മകളെ എൻ്റെ മരുമകന് കൈ പിടിച്ചു കൊടുത്തതാണ്. അത് എൻ്റെ ഒരു മൂത്ത മകനെ പോലെ തന്നെയാണ് അവൻ. എല്ലാവിധ കാര്യങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി അങ്ങേയറ്റം വരെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്നുള്ളതിന് പുറമെ അവരുടെ കാര്യങ്ങൾക്കും ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത് ഇപ്പോഴും ഞാൻ അവരുടെ കൂടെയുണ്ട്. നിങ്ങളുടെയൊക്കെ വളരെ വളരെ സന്തോഷത്തോടു കൂടെയുള്ള ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾക്കും പങ്കുചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ദീർഘായുസ്സോടുകൂടി എല്ലാവിധ സൗഭാഗ്യങ്ങളെ കൂടി അവർക്ക് നൽകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശ്രീകുട്ടി ഇവിടെ ഒന്നാന്തരം എടുത്ത് താരായി മാറിയിട്ടുണ്ട്. മനുവാണ് ഇവിടെ ഇല്ലാത്തുള്ളൂ. വിഷ്ണു നന്നായി പാടുന്നുണ്ട്. ഞങ്ങളെ ഏതായാലും ഒരു ചെറിയൊരു കുടുംബമായിട്ട് ഇങ്ങനെ പോകണം. എല്ലാവരുടെയും എല്ലാവിധ സന്തോഷവും സ്നേഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. അത് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട്. എല്ലാവരും ഇതിൽ പങ്കെടുത്തിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ. കവറും ഉയിരെ പോലെ എന്താണ് നീ, എന്താണ് ആ കാതൽ മഴയാ
തനുവിൽ ചേരും ആരാണ് നീ ആരാണ് ഉയരെ ചിരകോ രാവിൻ നിലവോ താരിൻ മധുവോ കാണാ കനവോ നീ കണ്ണോട് കണ്ണോട് കണ്ണോരമായി കാതോട് കാതോട് കാതോരമായി നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ നീ തോരാതെ തോരാതെ തീരാതെയായി മായാതെ മായാതെ മായാതെയായി എന്നാളും എന്നാളും എന്നാളമായി പടര് ഓ